എടാ നമ്മൾ ജേണലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും അല്ലേ? ചിലരുടെയൊക്കെ കയ്യിൽ സ്റ്റാമ്പും ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. എന്നാൽ മിക്കയുടെ കയ്യിൽ ഇതൊന്നും കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കയ്യിൽ ഇതുപോലുള്ള ചെറിയ ബോക്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംഘടിപ്പിക്കുക. നമ്മൾ ജ്വല്ലറി ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, അതായാലും മതി. അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്പോഞ്ച് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് കയ്യിലുള്ള ഇങ്കോ പോസ്റ്റർ പെയിൻറ്റോ അക്രിലിക് പെയിൻറ്റോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനിയിപ്പോൾ പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ജസ്റ്റ് ആ സ്പോഞ്ചിൻ്റെ മേളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരു ഇച്ചിരി. എന്നിട്ട് 2-3 ഡ്രോപ്പ് വെള്ളം ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക സ്പോഞ്ചിലേക്ക്. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ സ്പോഞ്ച് ഒന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കണം, ഒരുപാട് അങ്ങ് വെറ്റാക്കരുത്, ജസ്റ്റ് ഒന്ന് മോയിസ്റ്റ് ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മുടെ അച്ച് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇറേസർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പ് ഇതുപോലെ ഒന്ന് കാർവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ കൈ മുറിക്കരുത്. അപ്പോൾ നിങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ മുതിർന്നവരുടെ ഹെൽപ്പ് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. കൈ മുറിക്കല്ലേ, പ്രത്യേകിച്ചും സ്കൂൾ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ എക്സാമാണ് വരുന്നത്, കൈ മുറിക്കല്ലേ. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ പുറകിൽ ജസ്റ്റ് ഒരു സ്ക്യൂവറോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, സംഭവം റെഡിയാണ്. അപ്പോൾ ചെറിയൊരു ഹാർട്ട് ഷേപ്പും കൂടെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അക്രിലിക് പെയിൻ്റാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഇങ്ങനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ്. അപ്പം ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യില്ല അല്ലേ?